ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസെൻറ്റീവ് സ്കീംസ് അഥവാ പ്രീമിയം ബോണസ് പ്ലാൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഇൻസെൻറ്റീവ് സ്കീംസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈം വേജും അതേപോലെ പീസ് വേജ് സിസ്റ്റത്തിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും അതേപോലെ അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം ടൈം വേജ് സിസ്റ്റത്തിൻ്റെയും പീസ് വേജ് സിസ്റ്റത്തിൻ്റെയും കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ടൈം വേജ് സിസ്റ്റം ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നില്ല, എംപ്ലോയർക്ക് പ്രോഫിറ്റബിൾ അല്ലാത്ത ഒരു സിസ്റ്റമാണ് എന്ത് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ പീസ് വേജ് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് എന്താണ്, ഒരു മിനിമം ഗ്യാരണ്ടി നൽകുന്നില്ല. നമുക്ക് വർക്കേഴ്സിനൊരു മിനിമം വേജ് ഗ്യാരണ്ടി ആയിട്ട് നൽകുന്നില്ല, ഗ്യാരണ്ടി ഇല്ല, അവിടെ മിനിമം വേജ് കിട്ടും എന്നുള്ള ഒരു ഗ്യാരണ്ടിയും പീസ് വേജ് സിസ്റ്റത്തിനില്ല. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോണസ് പ്ലാൻസ് നോക്കുന്നത്. അതെങ്ങനെയാണ്, ടൈം വേജ് സിസ്റ്റത്തിൻ്റെയും പീസ് വേജ് സിസ്റ്റത്തിൻ്റെയും അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിൻ്റെ, അതായത് ടൈം വേജ് സിസ്റ്റത്തിൻ്റെയും പീസ് വേജ് സിസ്റ്റത്തിൻ്റെയും എന്ത് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാണ് ഈ ബോണസ് പ്ലാൻസിലൂടെ ചെയ്യുന്നത്. അപ്പം ഇൻസെൻറ്റീവ്സ് അഥവാ ബോണസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതെന്താണ്, വർക്കേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റാണ്. അത് മോണിറ്ററി മാത്രമല്ല, എന്താണ്, ബോത്ത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ് ഗിവൺ ടു വർക്കേഴ്സ് ആണ് എന്ത് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ്, ഓർഗനൈസേഷനിലെ വർക്കേഴ്സിന് കൂടുതൽ പ്രൊഡക്ടിവിറ്റി, അതായത് കൂടുതൽ വർക്കേഴ്സിന് എന്താണ്, കൂടുതൽ ഓപ്പർച്യൂണിറ്റി നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. വർക്കേഴ്സിന് കൂടുതൽ മോർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുകയും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാണ്, അവരുടെ വേജിന് പുറമെ എക്സ്ട്രാ ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസെൻറ്റീവ് സ്കീംസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്, പീസ് വേജ് സിസ്റ്റത്തിൻ്റെയും അതേപോലെ ടൈം വേജ് സിസ്റ്റത്തിൻ്റെയും ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ, അത് എങ്ങനെയാണ്, ടൈം വേജ് സിസ്റ്റത്തിൻ്റെയും പീസ് വേജ് സിസ്റ്റത്തിൻ്റെയും അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓവർകം ചെയ്യുന്നത്. ദെൻ ഇൻസെൻറ്റീവ്സ് ആർ ദ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ് ഗിവൺ ടു വർക്കേഴ്സ്. വർക്കേഴ്സിന് കൊടുക്കുന്ന ക്യാഷിൻ്റെ രൂപത്തിലായാലും ക്യാഷിൻ്റെ രൂപത്തിലല്ലാതെയുമുള്ള ബെനിഫിറ്റ്സുകൾ നമുക്ക് ഇൻസെൻറ്റീവ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ് ഓർ പ്രീമിയം പ്ലാൻ. ഫസ്റ്റ് വൺ എന്താണ്, ഒരു മിനിമം വേജ് ആർ ഗ്യാരണ്ടി ടു ഓൾ വർക്കേഴ്സ്. എല്ലാ വർക്കേഴ്സിനും മിനിമം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, വേജിൽ ഒരു മിനിമം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ട് വർക്കേഴ്സ് എന്ത് ചെയ്യാണ്, ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ, ഈ ഒരു സിസ്റ്റത്തിൽ. ദെൻ ബോണസ് എക്സെട്ര ആർ ഗിവൺ ടു എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഫോർ ടൈം സേവ്ഡ്. അതായത് വർക്കേഴ്സ് ഇപ്പോൾ 10 സ്റ്റാൻഡേർഡ് ടൈമെങ്കിൽ, ഇപ്പം 10 ഹവേഴ്സാണ് സ്റ്റാൻഡേർഡ് ടൈമെങ്കിൽ 8 ഹവേഴ്സ് കൊണ്ട് അവർ ആ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവർ എത്ര ടൈം സേവ് ചെയ്തു, 2 ഹവേഴ്സ് അവർ സേവ് ചെയ്തു അല്ലേ. ഈ ഒരു സേവ് ചെയ്ത ഹവേഴ്സിന് എന്ത് ചെയ്യും, നമ്മളെ വർക്കേഴ്സിന് എന്ത് ഈ 2 ഹവറിനുള്ള ബോണസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിന് അവരാണ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. 10 ഹവർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു വർക്ക് അവർ 8 ഹവർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പം 2 ഹവർ അവർക്ക് എന്ത് ചെയ്തു, സേവ് ചെയ്യാൻ കഴിഞ്ഞു. ആ 2 ഹവറിന് അവർക്ക് എന്ത് ചെയ്യും, എക്സ്ട്രാ ബോണസ് കൊടുക്കും. ഓക്കെ, അതും ഈ ഒരു മെത്തേഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ ബോത്ത് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഷെയർ ദ ബെനിഫിറ്റ് ഓഫ് ടൈം സേവ്ഡ്. ഇത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ഈ 2 ഹവറിൽ ആണല്ലോ നമ്മുടെ സേവ് ചെയ്തിട്ടുള്ള ടൈം. അപ്പോൾ ഇതിന്നുണ്ടാവുന്ന ബോണസ് അല്ലെങ്കിൽ ഇതിന്നുണ്ടാവുന്ന ബെനിഫിറ്റ് എംപ്ലോയറും എംപ്ലോയിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതായത് 50-50 ആയിട്ട് എന്ത് ചെയ്യുന്നു, എടുക്കും. ഓക്കെ, ദെൻ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഈ ഒരു കേസിൽ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻസെൻറ്റീവ് പ്ലാൻസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻസെൻറ്റീവ് പ്ലാൻസ്. എന്തൊക്കെയാണ് ഇൻസെൻറ്റീവ് പ്ലാൻസുകൾ? അപ്പം ഇൻസെൻറ്റീവ് പ്ലാൻസിനെ മെയിനായിട്ടും 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാനും അതേപോലെ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാനും. അതിൽ നമുക്ക് ഇന്ന് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. ഹാസ്ലീസ് പ്രീമിയം പ്ലാൻ, ഹാസ്ലീസ് വെയർ പ്ലാൻ, റോവൻസ് പ്രീമിയം പ്ലാൻ, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം, ഗാൻടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ, എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ, ബിഡെക്സ് പോയിൻറ്റ് സ്കീം ആൻഡ് ഹാസ്ലീസ്
ഹെയ്നസ് പ്ലാൻസ് ആൻഡ് അക്ലിയറേറ്റഡ് പ്രീമിയം പ്ലാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഹാസ്ലീസ് പ്രീമിയം പ്ലാനും അതേപോലെ ഹാസ്ലീസ് വിയർ പ്ലാനുമാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഹാസ്ലീസ് പ്രീമിയം പ്ലാനാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ജസ്റ്റ് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്ലാനാണിത് ഹാസ്ലീസ് പ്രീമിയം പ്ലാൻ. അത് 1891 FA ഹാസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ എൻജിനീയറാണ് ഈ ഒരു പ്ലാൻ എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ എൻജിനീയറാണ്, അയാളുടെ പേരെന്താണ്, FA ഹാൾസ്ലി. അപ്പം അദ്ദേഹത്തിൻ്റെ നെയിമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു പ്ലാനിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹാൾസി പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അണ്ടർ ദിസ് സിസ്റ്റം എ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സഡ് ഫോർ എ ജോബ്. ഒരു ജോബ് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഈ ജോബ് ചെയ്യാൻ ഫിക്സ് ചെയ്തിട്ടുള്ള ടൈം, അതായത് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ഒരു 8 ഹവറാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് അവർ. ദെൻ വർക്കേഴ്സ് ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ടാസ്ക് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ടൈം. അതായത് അപ്പോൾ ഈ വർക്കേഴ്സ് ഇപ്പോൾ 8 ഹവറാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുള്ളെങ്കിൽ വർക്കേഴ്സ് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ 8 ഹവർ അല്ലെങ്കിൽ 8 ഹവറിൻ്റെ ഉള്ളിൽ എടുത്തുകൊണ്ട് ആ വർക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതാണ് ഹാസ്ലീസ് പ്രീമിയം പ്ലാൻ പറയുന്നത്. ദ വർക്കർ ഈസ് പെയ്ഡ് വേജ് ഫോർ ദ ആക്ച്വൽ ടൈം ടേക്കൺ. വർക്കേഴ്സിന് വേജ് കൊടുക്കുന്നത് എങ്ങനെയാണ്, അവർ എത്രയാണോ ടൈം ടേക്ക് ചെയ്തിട്ടുള്ളത്, അതായത് എത്രയാണോ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും അവരുടെ വേജ് കൊടുക്കുക. ഇൻ അഡീഷൻ ഹീ ഈസ് ഗിവൺ ബോണസ് ഫോർ ദ ടൈം സേവ്ഡ്. അവർക്ക് വേജിന് പുറമെ ബോണസ് കൊടുക്കും. ബോണസ് കൊടുക്കുന്ന കേസ് എങ്ങനെയാണ്, അവർ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഉള്ളിലായിട്ട്, ഇപ്പോൾ 8 ഹവറാണ് സ്റ്റാൻഡേർഡ് ടൈമെങ്കിൽ ഒരു 6 ഹവർ എടുത്ത് അയാൾ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ഈ 2 ഹവർ, അതായത് 7ഉം 8ഉം 2 ഹവറുണ്ട് സേവ് ചെയ്ത് ആ 2 ഹവറിന് അയാൾക്ക് എന്ത് ചെയ്യും, എക്സ്ട്രാ ബോണസ് കൊടുക്കും. ഓക്കെ, അപ്പം വർക്കറിൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വേജ് പ്ലസ് എന്തായിരിക്കും, ബോണസ് ആയിരിക്കും ഉണ്ടാവുക. അയാൾ എത്ര വർക്ക് ചെയ്തു, 6 ഹവർ ഫോർ എക്സാമ്പിളായിട്ട് സ്റ്റാൻഡേർഡ് ടൈം 8ഉം ദെൻ അയാൾ വർക്ക് ചെയ്ത് ആക്ച്വലി അയാൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത് 6ഉം ആണെങ്കിൽ ഈ 6 ഹവറിന് അയാൾക്ക് വേജ് കൊടുക്കും. ഓക്കെ, ബാക്കി 2 ഹവർ എന്ത് ചെയ്യുക, അയാൾ സേവ് ചെയ്ത ടൈമുണ്ട്, ആ 2 ഹവറിന് അയാൾക്ക് ബോണസും കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് ബോണസ്, ഇവിടെ നമ്മൾ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഹാസ്ലീസ് പ്രീമിയം പ്ലാനിൽ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എത്രയാണോ ടൈം സേവ് ചെയ്ത് അതിൻ്റെ 50% ആണ് എന്ത്, ബോണസ് കൊടുക്കുന്നത്. ഇപ്പോൾ 2 ഹവറാണ് നമ്മൾ ടൈം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഹവറിൻ്റെ 50% ആണ് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ഹാസ്ലീസ് പ്രീമിയം പ്ലാനെ നമുക്ക് 2 രീതിയിൽ പറയാം. 50-50 പ്ലാൻ എന്ന് പറയാം, അതേപോലെ സ്പ്ലിറ്റ് ബോണസ് പ്ലാൻ. ഇങ്ങനെ 2 തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാസ്ലീസ് പ്രീമിയം പ്ലാൻസ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ പേരുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, ഇൻ കേസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 50-50 പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 മാർക്കോ അങ്ങനെ നിങ്ങൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലൊക്കെ വാട്ട് ഈസ് 50-50 പ്ലാൻ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം അറിയാം, ഹാസ്ലീസ് പ്രീമിയം പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ മതിയാവും. പക്ഷേ ഈ ഒരു പേര് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എഴുതാതെ കഴിയാതിരിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ എക്സ്ട്രാ ടേമുകളും പേരുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ഹാസ്ലീസ് പ്രീമിയം പ്ലാനിൽ നമുക്ക് എന്തുണ്ട്, ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഹാസ്ലീസ് പ്രീമിയം പ്ലാനിൻ്റെ ഇക്വേഷൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വേജ് കാണാനുള്ള ഇക്വേഷനാണ്. വേജ് കാണാനുള്ള ഇക്വേഷനാണ് T/R എന്നാണ് പറയുന്നത്. T/R. T എന്ന് പറയുന്നത് ആക്ച്വൽ ടൈം ടേക്കൺ, അതായത് വർക്കർ എത്രയാണോ ടൈം എടുത്തത്, ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അയാൾ എത്ര ടൈം എടുത്തോ അതാണ് T. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് വേജ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ റേറ്റ് പെർ ഹവർ ആണ് R. ദെൻ ബോണസ് കണ്ടുപിടിക്കാൻ, അതായത് വർക്കറിൻ്റെ ബോണസ്, അയാൾ ടൈം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ബോണസ് ഈക്വൽ ടു R/(S-T/2). എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈമാണ്. സ്റ്റാൻഡേർഡ് ടൈമെന്നും ടി എന്ന് പറയുന്നത് ആക്ച്വൽ ടൈമാണല്ലോ. സ്റ്റാൻഡേർഡ് ടൈമെന്നും ആക്ച്വൽ ടൈം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ അവർ നമ്മൾ സേവ് ചെയ്തതെന്ന് കിട്ടും. അത് ഇൻറ്റു
അതിൻ്റെ 50% ആണല്ലോ. അപ്പോൾ 50% എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, അപ്പം ഇക്വേഷൻ എന്താണ്? R × S - T ഡിവൈഡഡ് ബൈ 2. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷനാണ് ടൈം സേവ്ഡ് ഇൻറ്റു എത്രയാണോ നമ്മൾ ടൈം സേവ് ചെയ്തിട്ടുള്ളത് ഇൻറ്റു റേറ്റ് ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വർക്കറിന് വേജും ബോണസും കൂടി ചേർന്നതാണ് അയാളുടെ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് ഈസ് ഈക്വൽ ടു വേജ് പ്ലസ് ബോണസ്. ദെൻ ചില ക്വസ്റ്റ്യൻസിൽ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിംഗ് പെർ ഹവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിംഗ് പെർ ഹവർ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത് ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. ഓക്കെ, ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യുക? കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കുക, അല്ലെ എക്സാമിനൊക്കെ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എ സ്റ്റാൻഡേർഡ് ടൈം ഫോർ എ ജോബ് ഈസ് 10 hours. Actual hours taken are 8. Wage per hour is 5. Calculate the earning and effective rate of earning per hour under Hasley plan. ഹാസ്ലീസ് പ്ലാൻ പ്രകാരം നമ്മളോട് ഏർണിങ്സും അതേപോലെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഹവർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ആണ് ഹവർ തന്നിട്ടുള്ളത്. പക്ഷേ വർക്കർ എടുത്തിട്ടുള്ളത് 8 hours ആണ് ആക്ച്വലി ആൾ എടുത്തത്. അതേപോലെ വേജ് റേറ്റ് പെർ ഹവർ എന്ന് പറയുന്നത് ഒരു ഹവറിന് അയാൾക്ക് കൊടുക്കുന്ന വേജ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പം നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഏർണിങ്സും കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സൈഡിൽ എഴുതി വെക്കാം. അതാവുമ്പോൾ എക്സാം നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ കാൽക്കുലേഷന് എളുപ്പമായി വരും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ടൈം തന്നിട്ടുണ്ട് അല്ലേ? സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് എസ് ആണ്. എസ് എത്രയാണ് തന്നത്? 10 hours ആണ് തന്നത്. 10 hours തന്നിട്ടുണ്ട്. ദെൻ ആക്ച്വൽ ടൈമിനെ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യാറ്? ടി ആണ്. ടി എന്ന് പറയുന്നത് എത്രയാണ്? 8 hours ആണ് തന്നിട്ടുള്ളത് അല്ലേ? ദെൻ 6 തന്നിട്ടുണ്ട്. റേറ്റ് പെർ ഹവർ അല്ലേ? റേറ്റ് പെർ ഹവർ തന്നിട്ടുണ്ട് 5. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് ആദ്യം നമ്മൾ എന്താണ്? നമ്മളോട് ഏർണിങ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർണിങ്സ് ഈക്വൽ ടു വേജ് പ്ലസ് ബോണസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വേജ് കണ്ടുപിടിക്കണം. അപ്പോൾ വേജ് വേജ് ആണ്. വേജ് ഈക്വൽ ടു എത്രയാണ്? വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ടി ഇൻറ്റു ആർ ആണ് എന്ത്? വേജ്. അപ്പോൾ വേജ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ടി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 8 hours ആണ് അയാൾ എടുത്തിട്ടുള്ള ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 8 ഇൻറ്റു ആർ. ആർ എന്താണ്? പെർ ഹവറിന് അയാൾക്ക് കൊടുക്കുന്ന വേജ് എത്രയാണ്? 5 rupees അല്ലേ? അപ്പോൾ ഈക്വൽ ടു എത്രയാണ് അയാളുടെ വേജ് വരുന്നത്? ₹40 ആണ്. 40. ഇനി നമ്മൾ നോക്കേണ്ടത് ബോണസ് ആണ് അല്ലേ? നമുക്ക് ബോണസ് ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ ബോണസ് കണ്ടുപിടിക്കണമെങ്കിൽ അയാൾ ടൈം സേവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ടൈം സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ തന്നാൽ മനസ്സിലാവും. അയാളുടെ ടൈം സേവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബോണസ് എന്ന് പറയുന്നത് എന്താണ്? 50% ഓഫ് ടൈം സേവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം സേവ്ഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? ടൈം സേവ്ഡ് എന്ന് പറഞ്ഞാൽ ടൈം സേവ്ഡ് ഈക്വൽ ടു എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് നമുക്ക് കിട്ടിയത്? 10 hours ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം ഉള്ളത്. ആക്ച്വൽ ടൈം നമുക്ക് എത്രയാണുള്ളത്? 8 hours ആണ്. അപ്പോൾ നമ്മൾ വർക്കർ 2 hour എന്ത് ചെയ്തിട്ടുണ്ട്? ടൈം സേവ് ചെയ്തിട്ടുണ്ട്. 2 hour അയാൾ ടൈം സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അയാളുടെ ബോണസ് കണ്ടുപിടിക്കാം അല്ലേ? ബോണസ് കണ്ടുപിടിക്കാം. അപ്പോൾ ബോണസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇക്വേഷൻ?
ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനാണ്. ആർ ഇൻറ്റു എസ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ആർ ഇൻറ്റു എസ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ള 5 ആണ്. 5 ഇൻറ്റു എസ് മൈനസ് ടി നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് 2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി 5 അല്ലേ. അപ്പോൾ ബോണസ് നമുക്ക് 5 കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറയുന്നത് എന്താ, ഏർണിങ്സും കണ്ടുപിടിക്കണം, അതേപോലെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സും കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഏർണിങ്സ് എങ്ങനെ കണ്ടുപിടിക്കുക, ഏർണിങ്സ് ഈക്വൽ ടു വേജ് പ്ലസ് ബോണസ്. വേജ് നമുക്ക് എത്രയാണ് കിട്ടിയത് 40 അല്ലേ, 40 ആണ് കിട്ടിയത്. ബോണസ് നമുക്ക് എത്രയാണ് കിട്ടിയത് 5 ആണ് കിട്ടിയത്. അപ്പോൾ ഏർണിങ്സ് ഈസ് ഈക്വൽ ടു W പ്ലസ് B ആണ്, അതായത് വേജ് പ്ലസ് ബോണസ്. വേജ് എത്രയാണ് 40 പ്ലസ് 5 എത്ര കിട്ടും 45 ആണ് നമ്മുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്, ₹45. ദെൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിംഗ് പെർ ഹവർ ഉണ്ട്. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിംഗ് പെർ ഹവർ ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണ്, ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ് 45 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, അതായത് ആക്ച്വലി നമ്മൾ എത്ര ടൈമാണ് എടുത്തത്, എത്ര ടൈമായിരുന്നു 8 മണിക്കൂറാണ് നമ്മൾ എടുത്തത് അല്ലേ. അപ്പോൾ 45 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ നമുക്ക് എത്രയും എഫക്റ്റീവ് റേറ്റ് പെർ ഹവർ കിട്ടും. എത്രയാണ് 5.625. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹാസ്ലീസ് പ്ലാനിൽ ഹാൽസീൻ്റെ പ്ലാനിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏർണിങ്സും അതേപോലെ ഇഫക്റ്റീവ് റേറ്റ് പെർ ഹവറും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. ഈ ഒരു പ്ലാനിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് നെക്സ്റ്റ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണിത്. ദെൻ ഒരു ടൈം വേജസ് ഗ്യാരണ്ടി, ഒരു ടൈം വേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഇക്വിറ്റബിൾ മെത്തേഡ് ബിക്കോസ് ദ ബെനിഫിറ്റ് ഓഫ് ടൈം സേവ്ഡ് ഈസ് ഷെയർഡ് ബൈ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇതൊരു ഇക്വിറ്റബിൾ മെത്തേഡാണ്, കാരണം നമ്മൾ ടൈം സേവ് ചെയ്തെന്ന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എംപ്ലോയറും എംപ്ലോയി അതിൽ നിന്നും ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് പ്രൊവൈഡ് ഇൻസെൻറ്റീവ് വർക്ക് മോർ. Then overhead cost per unit decrease with efficiency increase. Okay. Then disadvantages പറയുന്നത് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, ക്വാളിറ്റി കുറയും. ദെൻ ഫിക്സേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്, ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ടൈമാണ് നോക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ആഡിക്വേറ്റ് ഇൻസെൻറ്റീവ് ടു ഹൈലി എഫിഷ്യൻറ്റ് വർക്ക്മെൻ. ഹൈലി എഫിഷ്യൻറ്റ് വർക്ക്മെനിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. ദെൻ വർക്കേഴ്സ് ഡു നോട്ട് ഗെറ്റ് ഫുൾ ബെനിഫിറ്റ് ടു ടൈം സേവ്ഡ്. ടൈം സേവ് ചെയ്തതിനുള്ള ഫുൾ ബെനിഫിറ്റും ആർക്ക് കിട്ടുന്നുണ്ടാവില്ല, നമ്മുടെ വർക്കേഴ്സിന് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് ഹാസ്ലീസ് പ്ലാനിലെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഹാസ്ലീസ് പ്ലാനാണ്. ഇനി ഒരു പ്ലാന് കൂടിയുണ്ട്, അതാണ് നമ്മുടെ ഹാസ്ലീസ് വിയർ പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാൻ ഓക്കെ, ഇത് ഏകദേശമല്ല സിമിലർ ടു ഹാസ്ലി പ്ലാൻ. നമ്മളിപ്പം പഠിച്ച ഹാസ്ലീസ് പ്ലാൻ പോലെ തന്നെയാണ്, ഇതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുകയും കാൽക്കുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഹാസ്ലീസ് പ്രീമിയം പ്ലാനിൽ ബോണസ് കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു, 50% ഓഫ് ദി ടൈം സേവ്ഡ് ആയിരുന്നു എന്ത് ചെയ്തത്
യൂസ് ചെയ്തത് 50%, 50% ടൈം സേവ് ചെയ്തതിൻ്റെ എന്ത് ചെയ്തത് ബോണസ് കാണാൻ വേണ്ടി യൂസ് ചെയ്തത്. പക്ഷേ ഹാസ്ലീസ് വെയർ പ്ലാനിൽ നമ്മൾ ബോണസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് 33 1/3% ആണ്. ഓക്കെ, 33 1/3%, അതായത് ടൈം സേവ് ചെയ്തതിൻ്റെ 33 1/3% ആണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 2 പ്ലാനുകളാണ്. അതിൽ ഹാസ്ലീസ് പ്ലാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഓക്കെ, താങ്ക് യു.